ഒക്കെ ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു. പിന്നെ പുഷ്പേരിയിലൊക്കെ കൊണ്ടുപോയി അവർ ഇനി ഉള്ളിൽ കൂടെ ഒക്കെ പരിശോധിച്ചൊക്കെ നോക്കിയ വഴിയില്ല ശ്വാസക്കുഴൽ അങ്ങ് ചുരുങ്ങിപ്പോയി. അന്നേരം അതിൽ നിന്നായി ശ്വാസം കിട്ടാതെ ചുരുങ്ങിപ്പോയോണ്ട് ചുമയായിട്ട് അവർ നോക്കിയപ്പം പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ 2.5 കൊല്ലമായിട്ട് നടക്കുമായിരുന്നു, ഒരു കുറവുമില്ല. 2.5 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് 2.5 കൊല്ലം. അത് കഴിഞ്ഞപ്പോൾ ഈ 2.5 കൊല്ലം കൊണ്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും കൊണ്ടുപോയി. അവരങ്ങോട്ട് IC കയറ്റും ഇങ്ങനെ. പിന്നെ അവിടെ ഇങ്ങനെ ശകലം എല്ലാം വ്യത്യാസം വരും. പിന്നെ ഓക്സിജൻ മരണം വരെ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അവരുടെ വീട്ടിലോട്ട് വിടും. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വിടും. കോട്ടയത്ത് പിന്നെ കൊണ്ടുചെല്ലെന്നാണ് പറഞ്ഞു. അതിലും വലിയ കേസ് കെട്ടല്ലേ കോട്ടയത്ത് ഇരുന്നു. അത് അവർ പറഞ്ഞപ്പം പിന്നെ ഒന്നും ചെയ്യാനില്ല, അവർ ചെയ്ത മരുന്നല്ല, ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മോനെ അനിയത്തിയെയും കൂടെ വിളിച്ചിട്ട് ഈ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഇനി ആ പുള്ളിക്കാരിയെ കൊണ്ടുവരണ്ട, നിങ്ങൾ വന്ന് വിവരം പറഞ്ഞ് മരുന്ന് മേടിച്ചാൽ. അങ്ങനെ നമ്മുടെ ഇവിടെ വന്ന് ഞാൻ സാറിനെ വിളിച്ച് അജിത് സാർ അവിടെ വന്ന് കണ്ട് ഈ ഫുഡ് കിറ്റോസം കൊടുത്ത് ഇപ്പോൾ അവർക്ക് ശ്വാസം മുട്ടൽ മാറി. ഇപ്പോൾ ഒച്ചിന് വെക്കുന്നില്ല. വൈകിട്ട് പോലും ചിലപ്പോൾ ദിവസങ്ങളിൽ കിടക്കാൻ മറിയോ ചേട്ടാ വെച്ചില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇപ്പം നല്ല വെളിയിലത്തെ ബാത്റൂമിൽ ഇപ്പം അഞ്ചാമത്തെ ആഴ്ചയും കണ്ട ഇപ്പം വെളിയിൽ ബാത്റൂമിൽ പോയി അപ്പം ഇടുന്നു, തന്നെ കഴുകുന്നു. അല്ലെ അമ്മയായിരുന്നു കസറയെ കൊണ്ടുപോയി അകത്തിരുന്ന് അപ്പം ഇട്ടിട്ട് വെളിയിൽ കൊണ്ട് ബാത്റൂമിൽ ഒഴിച്ചു. ഇപ്പം തള്ളയുടെ ഒരു ആശ്രയം വേണ്ട, എല്ലാം മാറി. ഇപ്പം നല്ല മിടുക്കിയായിട്ട് ഇരിക്കുന്നു. ഇനിയും നമ്മുടെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ആരോഗ്യം വേണം, ഇച്ചിരി വെയിറ്റ് കുറവ്. അത് ഇനി സാറിനോട് പറയണം. അങ്ങനെ ഇപ്പം നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട്. വർത്തമാനം കേൾക്കാം ഇപ്പം വിളിക്കാമെങ്കിൽ നല്ല ഇതായിട്ട് വേണം. അവിടെ വർത്തമാനം കേൾക്കണം. നമുക്കൊന്ന് ഹായ്, ഇത് നമ്മുടെ സെൻറ്ററിൽ വന്ന ഒരു മാഡമാണ്. ആ മാഡത്തിൻ്റെ മരുമോടെ കാര്യമാണ് സംസാരിച്ച്. ശ്വാസം മുട്ടലായിട്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. ഇപ്പോൾ എല്ലാം മാറി ഓക്കെ ആയിരിക്കും.